ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പം ജസ്റ്റ് ഞാനിങ്ങനെ നോക്കിയപ്പോഴേ ഇവിടെ ഒരു പൊട്ടിയൊരു ചിരട്ട കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അത് ചെറിയൊരു ചിരട്ട, അപ്പോൾ നമുക്ക് കണ്ടാലറിയാം എൻ്റെ കൈയിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ഒരു കുഞ്ഞു ചിരട്ടയാണ്. പക്ഷേ ഞാനൊരു ക്രാഫ്റ്റിന് വേണ്ടി വെച്ചായിരുന്നു. പക്ഷേ എന്തോ കാരണം താഴേക്ക് അങ്ങനെ വീണിട്ട് പൊട്ടിയാന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിക്ക് നോക്കിയപ്പോൾ ഒരു ഫേണിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാന്റിനെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇതുപോലെ നോർമൽ രീതിയിൽ വളരുന്ന പോലത്തെ വെച്ച് കൊടുക്കാമെന്നുള്ളൊരു തോന്നൽ വന്നു. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ അതിനൊരു ഹോൾസ് എടുത്ത് കൊടുത്തു. കാരണം വെള്ളം കെട്ടി നിൽക്കരുതല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചരിഞ്ഞ രീതിക്ക് വെക്കാനാണ്. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഡ്രെയിനായി പോകുന്ന രീതിയിൽ ഇവിടെ ഒരു ഹോൾസ് എടുത്ത് കൊടുത്തു. ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് താഴെ എന്തെങ്കിലും ഒരു പൊട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്കങ്ങനെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഡാൻസിങ് ഗേളിൻ്റെ ഇതുപോലെ ഞാൻ കുറച്ച് ഹാങ് ചെയ്തിട്ടുണ്ട്, ഡാൻസിങ് ഗേൾ ഓർക്കിഡ്. അപ്പോൾ അതിലിങ്ങനെ ഇൻസൈഡിൽ നോക്കിയപ്പോഴും ഉണ്ട് ഒരു ഫേണ് വളർന്നു വരുന്നുണ്ട്. ഇവിടെ നോക്കിയപ്പോഴും കണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഫേണിനെ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഈ പൊട്ടിയ ചിരട്ടയുടെ ഉള്ളിലേക്ക് നട്ട് വെച്ചിട്ട് ഒരു വ്യത്യസ്തമായിട്ടൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് കുറച്ചൊന്നൊരു നമ്മളൊരു ഇച്ചിരി ഇത് ശ്രദ്ധിക്കണം, കാരണം ആ വേരിങ്ങനെ പൊട്ടി വരരുത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ അതിനെ പറിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുള്ള ടൈപ്പ് ഒരു ഫേണാണ്. ഓക്കെ, അതിൻ്റെ ഈ വിത്തുകൾ ഇങ്ങനെ ദൂരേക്ക് പാറി വീണിട്ടാണ് ഈ ഫേൺസ് കൂടുതൽ പിടിച്ച് വരിക. അത് നല്ല രസമാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലേക്ക് സെറ്റാക്കി കൊടുക്കാം. എൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരിതാണ് ഇതുപോലത്തെ നമ്മുടെ മതിലിലൊക്കെ കാണുന്ന ടൈപ്പ് പായൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പായലിൽ നിന്ന് എടുത്തിട്ട് ഈ ചിരട്ടയുടെ ഉള്ളിലേക്ക് വെച്ച് സെറ്റാക്കാം. കൂടുതലായിട്ട് ഇങ്ങനെ നമ്മൾ ഒരു കൊക്കോഡാമ സ്റ്റൈലിലൊന്നല്ല, ജസ്റ്റ് നമ്മുടെ രീതിയിലൊന്ന് ചെയ്ത് നോക്കുകയാണ്. ഇതെങ്ങനെയാണ് കിട്ടുകയെന്ന് നോക്കാം. മാക്സിമം നമുക്ക് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ പരന്ന രീതിക്ക് തന്നെ പറിച്ചെടുക്കാൻ നോക്കാം. പൊടിഞ്ഞു പോകുന്നുണ്ട്, ഈ സിമെൻറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ നമുക്കിങ്ങനെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനെ പോകാത്ത രീതിയിൽ ഇതിൽ നിന്നൊക്കെ എടുക്കാനാണ് നോക്കുന്നത്. പൊടിഞ്ഞു പോകുന്ന ഭാഗങ്ങൾ നമുക്ക് ഇതുപോലെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് കൊടുക്കാം. അല്ലാത്ത ഭാഗങ്ങൾ നല്ല സ്ട്രൈറ്റായിട്ട് കിട്ടുന്ന ഭാഗങ്ങൾ നമുക്ക് എടുത്തിട്ട് മേളിലും വെക്കാം. അപ്പോൾ ഞാൻ ഇതെടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഞാൻ എടുത്തതൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം ബാക്കി ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ ഉള്ളിൽ നിന്ന് സ്ലൈഡ് ചെയ്താണ് നമ്മൾ എടുക്കേണ്ടത്. അറിയാമായിരിക്കും നിങ്ങൾക്കൊക്കെ, നല്ല അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത് കേട്ടോ. പായൽ അതിനിങ്ങനെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പായലിനെ നമ്മൾ ഇതിലേക്ക് ഈ ചിരട്ടയിലെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, പൊടിഞ്ഞു പോയോ വന്നിരിക്കുന്ന ഫേൺസിൻ്റെ മറ്റേ ഇതുപോലത്തെ മോസസാണ് ഞാൻ ഇതിലൂടെ വെച്ചിരിക്കുന്നത്, പായലിൻ്റെതൊക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ നമ്മളെ എടുത്ത ഫേണിനെ അതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് ഇതിങ്ങനെ ഇതിന് നല്ല കളർ വരുന്നൊരു ഭാഗമുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മറ്റേ സൈഡിൽ ഒരു വേറൊരു ഷെയ്ഡായിരിക്കും. ആ ഷെയ്ഡിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫേൺസിന് ഇതിൻ്റെ ഉള്ളിലേക്ക് മറ്റേ മോസസിനെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഫേണിനെ ആ നല്ല ഭാഗം നോക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിലേക്ക് വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറിച്ചെടുത്തിരിക്കുന്ന ഫേൺസിൻ്റെ നല്ല ഭാഗങ്ങൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പൊട്ടി ഭാഗം മേളിലുണ്ട്, അതുകൊണ്ട് ഞാനത് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പൊട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് കുറച്ച് അധികം പ്രഷർ കൊടുക്കണ്ട, കാരണം അതിൻ്റെ റൂട്ട് അത്യാവശ്യം ഓടിക്കോളും. ഇത് റൂട്ട് നന്നായിട്ട് ഓടുന്ന വെച്ചാൽ മതിലിലൊക്കെ കയറിയും ഈ പൊട്ടിയ ഭിത്തിയുടെ ഇടയിലൊക്കെ വളരുന്ന ടൈപ്പ് ഫേണാണ്. അതുകൊണ്ട് അമർന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഇതുപോലെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം പുറത്തേക്ക്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഫില്ലായി അത് ടൈറ്റായിട്ട് ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്കറിയാം അത് ആ ഫേൺ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ആയിരിക്കുമല്ലോ, നിങ്ങൾക്ക് പല പ്ലാന്റ്സ് എടുക്കാമല്ലോ. അതുപോലെ ഫേൺസ് കിട്ടുമ്പോഴും നിങ്ങൾക്ക് അങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലതായിട്ടിരിക്കും ഫേൺസിൽ. ആ ലെവൽ വരുമ്പോൾ അതിൻ്റെ നാച്ചുറൽ ഷേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെക്കാം. ഓക്കെ, കണ്ടോ, ഇത് കണ്ടില്ല, ഒരു വെറൈറ്റി തോന്നി. ഒരു സൈഡ് പൊട്ടി കിടക്കുമ്പോഴും നമുക്കത് യൂസായി. ഓക്കെ, നല്ലൊരു ഭംഗിയിൽ വന്നു. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഫ്ലാറ്റായിട്ട് എടുത്തിരിക്കുന്ന ആ മോസിനെ എടുത്ത് ഇതുപോലെ അങ്ങ് പുറത്തേട്ട് വെച്ച് കൊടുക്കുക, ഏറ്റവും പുറത്ത്. എന്നിട്ട് മേളിൽ നമ്മൾ നനയ്ക്കുമ്പോൾ ഇതുപോലൊരു കണ്ടോ കറക്റ്റ് നമ്മൾ മതിലിലേക്ക് വന്ന പോലത്തെ ഒരു കിട്ടും. എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തേക്കും നനച്ചുകൊണ്ട് വെച്ച് കൊടുക്കാം. പക്ഷേ ഇതിൽ ഭയങ്കര റഫായതുകൊണ്ട് ഇതിലങ്ങനെ നിൽക്കില്ല. അപ്പോൾ നമുക്കൊരു ഈ ഒരു ലെവലിൽ തന്നെ, കാരണം നമുക്ക് കംപ്ലീറ്റ് മോസ് കവർ ചെയ്യുന്ന ഇതിൽ നിന്ന് വേണമെങ്കിൽ അങ്ങോട്ട് നനവ് വരുമ്പോൾ കവർ ചെയ്ത് പോയിക്കോട്ടെ, നമ്മളിപ്പോൾ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് എടുത്ത് എനിക്ക് ഇത്രയും ഭാഗം മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. സ്റ്റിൽ കാണാൻ നല്ല രസമായി, നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. കണ്ടോ, നമുക്കിത്
ഇങ്ങനെ കാണുമ്പോൾ നല്ല ഇതിലൊക്കെ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രമാത്രമാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഇത് നമ്മൾ എങ്ങനെ വെക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യം കൂടെ ഞാനിതിൽ കാണിക്കാം. നമ്മൾ എവിടെ വെച്ചാൽ ഇത് കൂടുതൽ ഭംഗിയാവും. പിന്നെ ടെറേറിയം പോലത്തെ ഒരു പൊസിഷനിലേക്കൊക്കെ നമുക്ക് ചിക്കാനോ, പിന്നെ നിങ്ങൾക്ക് പഴയ അക്വേറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടെറേറിയം ചെയ്യുമ്പോൾ അതിനകത്തൊക്കെ ഇതുപോലെ പ്ലേസ് ചെയ്യാം. ഓക്കെ, ടെറേറിയം കുറച്ചുകൂടി ചെറിയ ഒരു പ്രതലമാണ്, പക്ഷേ വലിയൊരു അക്വേറിയം ടെറേറിയത്തിൻ്റെ ഒരു ചെയ്യുമ്പോൾ നമുക്കിത് അങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആയിട്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലെ നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി നമുക്കിത് ഇവിടെ എവിടെയെങ്കിലും സ്ഥലത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇവിടെ ഒരു ഹോൾസ് ഇട്ട് കൊടുക്കുക. ഒരു ഹാങ്ങിങ് മോഡലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കയർ, നമുക്ക് എന്ത് വേണ്ട രീതിയിൽ എടുക്കാം. പ്ലാസ്റ്റിക് കയറാണ് നല്ലത്, ദ്രവിച്ച് പോവില്ല. അപ്പോൾ എന്നിട്ട് ഈ ഹോൾസ് ഇട്ട് കൊടുത്ത് ഒരു ഡ്രിൽ മെഷീൻ കൊണ്ട് ഹോൾസ് ഇട്ടിട്ട് ഈ ഹോൾസിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് ആദ്യം ചെയ്താലും മതി കേട്ടോ. ഞാനിപ്പം ആ ടൈമിൽ ഓർക്കാത്തതുകൊണ്ട് വിട്ടുപോയതാണ്. നിങ്ങൾ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. കാരണം ഇതിപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കയറ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ ഒരു കമ്പി ഇട്ട് കൊടുക്കാം. നല്ല നാച്ചുറൽ ആംബിയൻസ്, കാട് പോലെ തോന്നില്ല അല്ലേ? ആൾ നിർത്തുന്നേ ഇല്ല. എൻ്റെ വോയിസ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഒരു നാച്ചുറലി കിട്ടില്ല. അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്യാണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമെന്നുള്ള വിശ്വാസം. കാടിൻ്റെ ആംബിയൻസ് ഉണ്ട് നാച്ചുറലായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴേ. ഓക്കെ, എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കുക. ഒരു 2 കെട്ട് മേളിൽ ഇടണം. കാരണം ആ ഹോൾസിൽ കൂടെ തിരിച്ചിറങ്ങി പോരരുത്. ഓക്കെ, ഞാൻ അതിനനുസരിച്ചുള്ളൊരു കെട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് ഇവിടുന്ന് റിവേഴ്സ് വലിച്ചു കൊടുക്കുക ഉള്ളിലേക്ക്. അപ്പോൾ ഇവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും, ഇത് അതിൻ്റെ ഉള്ളിൽ പോയിക്കോളും. ഓക്കെ, നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു മെത്തേഡ് കാണിച്ചാണ്. നിങ്ങൾക്ക് എങ്ങനെ മെത്തേഡാണ് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഒരു ഒറ്റ കെട്ടുകൊണ്ട് നമുക്ക് ചെയ്യാം. കേട്ടോ, ഇതുപോലെ ആയി. ഇനി നമുക്ക് ഇതിനെ ഒരു സ്ഥലത്ത് ഇതുപോലെ ഹാങ് ചെയ്തിട്ട് കൊടുക്കാം, പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് വെള്ളം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഹാങ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണ് വെള്ളം സ്പ്രേ ചെയ്ത്. നോർമലി സ്പ്രേ ചെയ്ത് പോവുക. ഇതിൻ്റെ പുറത്തും നമ്മൾ സ്പ്രേ ചെയ്യുക. കാരണം വെച്ചാൽ ഇത് ഈ പായൽ പുറത്തേക്ക് പടർന്ന് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അതുകൊണ്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ നന്നായിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലും നല്ല 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 പായലുകൾ കിട്ടുമ്പോൾ ചെറിങ്ങനെ ഒരു സാൻഡ് പേപ്പർ കൊണ്ട് റബ്ബ് ചെയ്തിട്ട് അവിടേക്ക് വെച്ചിട്ട് നൂല് കെട്ടി കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പുറത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടും ഒരു പായലിൽ. അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. അതുപോലെ തന്നെ നല്ല ഗ്രോത്തും കിട്ടും ഈ ഫേണിന് പായലുണ്ടാകുമ്പോൾ. ഓക്കെ, ഞാൻ ഓർക്കിഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതിനെ ഇവിടെ ഞാനിങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഗാർഡൻ സ്പേസ്, കുറച്ച് ഓർക്കിഡൊക്കെ ഉള്ളൊരു സ്പേസിലേക്ക് മേളിലായിട്ട് ഞാനിങ്ങനെ അവിടുന്ന് ഷീറ്റിൻ്റെ അടിയിൽ നിന്ന് കെട്ടിയിട്ടിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇതുപോലത്തെ ഒരു സ്പ്രെയർ, നമ്മൾ ഈ ഇതൊക്കെ മരുന്നൊക്കെ അടിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ആ സ്പ്രെയറുണ്ട്. ഇതുപോലെ നമ്മൾ അതിന് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ മേളിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ചിരട്ടയിലൊക്കെ നമ്മൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അതിന് മോയ്സ്ചർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ മോസസ്, ഇതിൻ്റെ മേലുള്ള ആ പായലുകളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് കയറി വരും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വാട്ടർ ചെയ്ത് കൊടുക്കേണ്ടത്. വേറെ ഒരു വളവിന് കൊടുക്കേണ്ട, നാച്ചുറലി കയറി വരുന്നതാണ്. കെയറിങ്ങും വേണ്ട, ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഇതുപോലത്തെ കിട്ടും. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഫേൺസ് നമുക്ക് ഇതുപോലെ ചിരട്ടകളിലോ ഇത് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടുന്ന പാത്രങ്ങളെ, ചിരട്ടയാണ് ഏറ്റവും നാച്ചുറലും. നമുക്ക് വേറെ കോസ്റ്റ് ഒന്നുമില്ല, ഒരു പോട്ടിൻ്റെ കോസ്റ്റൊന്നും നമുക്കിത് വരുന്നില്ല. ആകെ കൂടെ വരുന്ന ഈ പ്ലാസ്റ്റിക് കയറിൻ്റെ ഒരു കഷ്ണത്തിൻ്റെ പൈസയാണ്. അത് 50 പൈസ പോലും വരില്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയും ട്രൈ ചെയ്ത് നോക്കാം. വേറെയും വീഡിയോസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. ഓക്കെ, ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിക്കാം. ഇതുപോലുള്ള വേറെ വീഡിയോസും നിങ്ങൾ പ്രത്യേകം പറയുവാണെങ്കിൽ ഞാൻ അതേപോലത്തെ വീഡിയോസ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.